Om Namah Shivaya Shivaya. Om Namah Shivaya Shivaya. Om Namah Shivaya Shivaya. Om Namah Shivaya Shivaya. ഓം നമ ശിവായ. നമസ്തേ സജ്ജനങ്ങളെ, ഹരിപ്രിയ പ്രൊഡക്ഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ വരുന്ന തിരുവനന്തപുരം തിരുമല കുശക്കോട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ തൃക്കൊടിയേറ്റ് മഹോത്സവം 2025 മാർച്ച് 28 മുതൽ ഏപ്രിൽ 4 വരെ നടക്കുകയുണ്ടായി. അതിൽ ഒന്നാം ഉത്സവ ദിവസം വൈകുന്നേരം നടന്ന തൃക്കൊടിയേറ്റിൻ്റെയും കലാപരിപാടികളുടെയും പ്രസക്ത ഭാഗങ്ങളെ സമന്വയിപ്പിച്ചുകൊണ്ട് ഹരിപ്രിയ പ്രൊഡക്ഷൻസ് ഈ വീഡിയോ ഭക്തിപുരസരം സജ്ജനങ്ങൾക്കായി സമർപ്പിക്കുന്നു. ദേശനാമം കൊണ്ട് പുകൾപെറ്റ തിരുമലയിൽ വാഴുന്ന ദേശനാഥനായ ശ്രീ കുശക്കോട് മഹാദേവരുടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമാണ് ഇവിടം. ഈ ദേശത്തിന് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിനോട് വളരെ അധികം ബന്ധമുള്ള ഒരു സ്ഥലം കൂടിയാണ് തിരുമല. ഇവിടെ നിന്നാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്കുള്ള ഒറ്റക്കൽ മണ്ഡപത്തിന് ആവശ്യമായ പാറ കൊണ്ടുപോയത്. ആയതിനാൽ ഈ ദേശത്തിന് വളരെയേറെ ചരിത്ര പ്രാധാന്യമുണ്ട്. ഇങ്ങനെയുള്ള തിരുമലയുടെ അധിപതിയായി ദേവാദിദേവനായി വാഴുന്ന കുശക്കോട് ശ്രീ മഹാദേവർ ക്ഷേത്രത്തിൽ പ്രധാന മൂർത്തിയായി ആരാധിക്കുന്നത് കിരാതഭാവത്തിലുള്ള ശ്രീ മഹാദേവനെയാണ്. ഈ മൂർത്തിഭാവത്തെ ശ്രീ മഹാദേവർ എന്ന് അറിയപ്പെടുന്നു. ഭഗവാനെ കൂടാതെ കന്നിമൂലയിൽ ശ്രീ മഹാഗണപതിയും പുറത്തായി നാഗദേവതകളെയും പ്രതിഷ്ഠിച്ച് ആരാധിക്കുന്നു. കേരള സർക്കാരിൻ്റെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെയും ഉത്തരവുകൾ അനുസരിച്ചാണ് ഈ വർഷത്തെ ഉത്സവം നടത്തപ്പെടുന്നത്. തിരുവുത്സവത്തിൽ പ്രധാനമായും 6 പുഷ്പാഭിഷേകവും 3 ഉത്സവ ബലിയും 3 കളമെഴുത്തും പാട്ടും 2ാം ഉത്സവം മുതൽ 8ാം ഉത്സവം വരെ എല്ലാ ദിവസവും പ്രഭാത ഭക്ഷണം, അന്നദാനം, പ്രസാദ വിതരണം, കലാപരിപാടികൾ എന്നിവയും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ക്ഷേത്രതന്ത്രി ബ്രഹ്മശ്രീ പരമേശ്വരൻ വാസുദേവൻ ഭട്ടതിരിപ്പാട് അവർകളും ക്ഷേത്ര മേൽശാന്തി ശ്രീ വിഷ്ണു നമ്പൂതിരി അവർകളും സഹശാന്തി ശ്രീ വിശാഖ് വി പോറ്റി അവർകളുമാണ്. ഞങ്ങൾ തയ്യാറാക്കിയ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഓം നമ ശിവായ എന്ന ദിവ്യനാമം കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. കുശക്കോട് വാഴുന്ന കൈരാതിയായ ശ്രീ മഹാദേവർ ക്ഷേത്രത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് ഭഗവത് കൃപാകടാക്ഷം ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു ക്ഷേത്രവിശേഷവുമായി എത്തുന്നതുവരെ എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് ഹരിപ്രിയ പ്രൊഡക്ഷൻസിന് വേണ്ടി ഞാൻ ഹരിപ്രിയ രാജ്കുമാർ. നന്ദി, നമസ്കാരം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.
सर्वे भवन्तु सुखिनः सर्वे भद्राणि
നമസ്കാരം. എന്റെ പേര് ഹരിപ്രിയ. ഞാൻ കുശക്കോട് ശ്രീ മഹാദേവി ക്ഷേത്രത്തിലെ സബ് ഗ്രൂപ്പ് ഓഫീസറാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ കുശക്കോട് സബ് ഗ്രൂപ്പിൽപ്പെട്ട കുശക്കോട് ശ്രീ മഹാദേവി ക്ഷേത്രത്തിലെ 2025 തിരുവുത്സവം 28/3/2025 മുതൽ 4/4/2025 വരെ വളരെ വിപുലമായ രീതിയിൽ നടക്കുകയാണ്. ക്ഷേത്ര ഉപദേശക സമിതിയുടെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയും സംയുക്തമായ സഹകരണത്തോടുകൂടി ഒരു മാസങ്ങൾക്ക് മുമ്പേ മുന്നൊരുക്കങ്ങൾ ആരംഭിച്ച് വളരെ വിപുലമായ രീതിയിൽ നടന്നു വരും. ഈ ദിവസം 6-6:30 കൊടിയേറ്റ് നടന്നിട്ടുണ്ട്. ഭഗവാന് പ്രധാനമായും ഉത്സവബലി, പള്ളിവേട്ട, സേവ, 4-ാം തീയതി നടക്കുന്ന ആറാട്ടിന് ഭഗവാന്റെ കിടമ്പേറ്റുന്നതിനും അകമ്പടിക്കുമായിട്ട് ഗജവീരന്മാരും 2 അകമ്പടി ആനകളും ഉൾപ്പെട്ടതായിരിക്കും ഭഗവാന്റെ ആറാട്ട്. എല്ലാ ഭക്തജനങ്ങൾക്കും കുശക്കോട് ശ്രീ മഹാദേവന്റെ സന്നിധിയിലേക്ക് ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. ഇവിടെ നാം പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ ഒരു ശിവലിംഗമാണ്, ശിവനാണ്. എന്നാൽ ആ പ്രത്യേക സ്വഭാവം എന്താണെന്ന് തിരിച്ചറിയണം. ഇത് കൈരാതിയാണ്, കേട്ടിട്ടുണ്ടല്ലോ. അപ്പം കൈരാതിയായിട്ടുള്ള ശംഭുവിനെയാണ് നാം ഇവിടെ കാണേണ്ടത്. അപ്പോൾ മാത്രമേ അദ്ദേഹത്തിൽ നിന്നുള്ള ആ അനുഗ്രഹം വേണ്ട മാത്രയിൽ ഭക്തരിലേക്ക് എത്തുള്ളൂ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധീനതയിൽ തിരുമല കുശക്കോട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ഇന്ന് വൈകുന്നേരം 6 മേൽ തൃക്കൊടിയേറിയത്. തിരുവനന്തപുരം ജില്ലയിലെ അതിപുരാതനമായ മഹാക്ഷേത്രമാണ് കുശക്കോട് ശ്രീ മഹാദേവ ക്ഷേത്രം. കിരാതമൂർത്തി സങ്കല്പത്തിൽ പൂജ നടന്ന് 5 പൂജ നടന്നു വരുന്ന ഒരു പ്രധാന ക്ഷേത്രമാണിത്. വളരെ ഗംഭീരമായ ഉത്സവത്തിനുള്ള തയ്യാറെടുപ്പുകൾ കമ്മിറ്റി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നാനാഭാഗത്തു നിന്ന് ഭക്തജനങ്ങളെ ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് ഇന്ന് ഇവിടെ എത്തിച്ചേരും. ഇനിയുള്ള 8 നാളുകൾ തിരുമലയും സമീപ പ്രദേശങ്ങളിലും ഉത്സവത്തിന്റെ നാളുകളായി ഭക്തജനങ്ങൾ, നാട്ടുകാർ, നാനാഭാഗത്തിലെ ജനങ്ങൾ ഉത്സവത്തെ കൈക്കൊള്ളും എന്ന് വിശ്വസിക്കുന്നു. ശ്രീ മഹാദേവന്റെ കൃപാകടാക്ഷം എല്ലാ ഭക്തജനങ്ങൾക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഉപദേശ സമിതിയുടെ സെക്രട്ടറി ആയി ഞാൻ പ്രവർത്തിക്കുന്നു. എല്ലാ ഭക്തജനങ്ങളും വളരെ നല്ല രീതിയിലുള്ള പിന്തുണ നൽകി വരുന്നു. ആ പിന്തുണയ്ക്കും ഭക്തജനങ്ങളോടുള്ള നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നതിനും ഈ അവസരം വിനിയോഗിക്കുന്നു. നന്ദി, നമസ്കാരം. കുശക്കോട് മഹാദേവ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ അന്നദാനം എനിക്ക് ചെയ്യാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമാണ്. ഞാൻ ഇന്ന് സ്റ്റാർട്ടിംഗ് ആണ്. എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ക്ഷേത്രത്തിലെ അന്നദാനം SR കാറ്ററിങ്ങിന് ചെയ്യണമെന്ന്. അങ്ങനെ ഈ വർഷം ഞാൻ 2 വർഷമായിട്ട് ഞാൻ ചിന്തിക്കുന്നു. ഈ വർഷം ഞാൻ കൊട്ടേഷൻ കൊടുത്തു. ഭഗവാന്റെ ഇതുകൊണ്ട് നമുക്ക് തന്നെ കിട്ടി. അത് ഈ വർഷം ഞാൻ നമ്മളെ ശിവരാത്രി മഹോത്സവത്തോട് ചേർന്നു അന്നദാനം ആരംഭിച്ചു. ഈ വർഷം വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ കഴിയും. ഭഗവാന്റെ പൂർണ്ണ സപ്പോർട്ടോട് കൂടി നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. 7 ദിവസത്തെ ഉത്സവമാണ്. 7 ദിവസത്തെ അന്നദാനമാണ് നമ്മൾ ഈ വർഷം ചെയ്യുന്നത്. രാവിലെ പ്രഭാഷണമുണ്ട്, ഉച്ചത്തെ സദ്യയാണ്, പിന്നെ വൈകുന്നേരം വന്ന് പ്രസാദ വിതരണമുണ്ട്. പാൽപ്പായസം, അങ്ങനെയുള്ള പായസങ്ങൾ ഓരോ ദിവസവും ഓരോ പായസങ്ങളായിരിക്കും. അതെ, അതും നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്. ഈ ഒരു വർഷത്തേക്ക് ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ചെയ്യുന്നത്. വളരെയധികം വളരെ സന്തോഷമാണ്. ഇങ്ങനൊരു എത്ര സ്റ്റാഫുകളോട് കൂടിയാണ് ഈ സദ്യക്ക്? നമുക്ക് ഇന്ന് ഇപ്പൊ 7 സ്റ്റാഫാണ് വർക്ക് ചെയ്യുന്നത്. അന്നദാനത്തിന് വേണ്ടി 7 സ്റ്റാഫുകളുണ്ടാവും. ഏകദേശം എത്ര ആൾക്കാർ? 2500ഓളം പേർക്കാണ് സ്റ്റാർട്ടിങ് കൊടുക്കുന്നത്. ഒരു ദിവസം 2500ഓളം പേര് അന്നദാനം കഴിക്കുന്നുണ്ട്. രാവിലെയും 1500 2000 പേര് ഉണ്ടാവും. ലാസ്റ്റ് ദിവസം വന്ന് നമുക്ക് 3500-4000 പേര് അടുപ്പിച്ച് ഇലയിട്ട് സദ്യ തന്നെയാണ് കുശക്കോട് ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇരുത്തി തന്നെയാണ്. അതെ അതെ, നല്ല കളർഫുൾ ആയിട്ട് 13 ഐറ്റംസോട് കൂടിയുള്ള സദ്യ തന്നെയായിരിക്കും ലാസ്റ്റ് ദിവസം നമ്മൾ കൊടുക്കുന്നത്. അത് എല്ലാ ഭക്തർക്കും ഉത്സവ ആശംസകൾ നേരുന്നു. SR കാറ്ററിംഗ് ആണ് ഈ വർഷം അന്നദാനം ചെയ്യുന്നത്. നമസ്കാരം, എൻ്റെ പേര് സജു. ഞാൻ ഏകദേശം 20 വർഷത്തിലേറെയായി കുശക്കോട് ശ്രീ മഹാദേവന്റെ മുന്നിൽ സ്റ്റോൾ ചെയ്യുന്നു. ഇതാണ് എൻ്റെ സ്റ്റോള്. ഞാൻ വർഷങ്ങളായിട്ട് എനിക്ക് നല്ല സഹകരണമാണ് കോവിലിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് പല സ്ഥലങ്ങളിലും സ്റ്റോൾ, തിരുവനന്തപുരത്ത് ഏകദേശമുള്ള ഉത്സവങ്ങൾ സ്റ്റോൾ ചെയ്യുന്നതാണ്. ഇന്ന് ഭഗവാന്റെ തൃക്കൊടിയേറ്റ ദിവസമാണ്. ഇന്ന് മുതൽ ഞാനിവിടെ 8 ദിവസവും ഇവിടെ ക്ഷേത്രത്തിൽ എൻ്റെ സ്റ്റോൾ ഉണ്ടാവും. അതുപോലെ എല്ലാ കാര്യങ്ങൾക്കും നല്ല രീതിയിലാണ് ഉത്സവം കമ്മിറ്റിയിലുള്ള എല്ലാവരും നമ്മളോട് സഹകരിച്ച് പോകുന്നത്. ഭഗവാന്റെ ഉത്സവം ചില തിരുവനന്തപുരത്ത് ഏകദേശം ശിവക്ഷേത്രങ്ങളിൽ ശ്രീകണ്ഠേശ്വരം, അതേപോലെ തന്നെ ചെങ്കള്ളൂർ, ഇവിടേക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പൈപ്പും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവസാനമായിട്ട് വരുന്നത് കുശക്കോട് ശ്രീ മഹാദേവന്റെ ഇവിടെയാണ്. എല്ലാവർക്കും എല്ലാ പരിപാടിയിലും നിങ്ങളെല്ലാവരും പങ്കെടുക്കണം. ഇന്നു മുതൽ 4-ാം തീയതി വരെയുള്ള ആറാട്ട് വരെയുള്ള എല്ലാ ചടങ്ങുകളും എല്ലാത്തിലും, അതുപോലെ തന്നെ നമ്മുടെ ഹരിപ്രിയ പ്രൊഡക്ഷൻസിന്റെ ചാനൽ വഴി ഈ പരിപാടിയെല്ലാം സംപ്രേഷണം ചെയ്യുന്നതായിരിക്കും.
നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും കമൻറ്റും ചാനലിൽ കമൻറ്റ് ബോക്സിൽ ഇടേണ്ടതാണ്. എനിക്കും ഒരു ചാനലുള്ളതാണ്, ശ്രീ ക്രിയേഷൻസ് എന്ന യൂട്യൂബ് ചാനലുണ്ട്. അതിൽ എൻ്റെ ഇവിടുത്തെ പരിപാടികളെല്ലാം കൊടിയേറ്റ് മുതലുള്ള അവസാനം വരെ ആറാട്ട് വരെയുള്ള ചടങ്ങുകൾ അതിനകത്ത് സംപ്രേഷണം ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും കമൻറ്റും നമ്മുടെ ചാനലിൽ കമൻറ്റ് ബോക്സിൽ ഇടേണ്ടതാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഉത്സവാശംസകൾ നേരുന്നു.